ഹലോ ഗൈസ്, നമ്മളെ ഏറ്റവും പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൊന്നൂസ്, നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തവർ ഇന്നെന്താ പരിപാടി? നൈറ്റ് ഡ്രൈവ്. നൈറ്റ് കറങ്ങാൻ പോവാ. അങ്ങനല്ല, നമ്മൾ ഇന്നലെ മറ്റേ നോമ്പിന്റെ സാധനം ഇന്നലെ പ്ലാൻ ചെയ്തിന്റെ രാത്രി. മറന്നടാ. നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നോമ്പിനെ കുറിച്ച് പറയാ രണ്ടു വാക്ക്. നോമ്പ് ചട്ടി നോമ്പൊന്നും എടുക്കരുത്. എല്ലാരോടും പറഞ്ഞാളി, ചട്ടി നോമ്പ് എടുക്കരുത്. ചട്ടി നോമ്പ് എടുക്കരുത്. എല്ലാവർക്കും നിസ്കരിക്കണം. നല്ല നോമ്പ് എടുക്കുക. പള്ളി പോയിട്ട് നിസ്കരിക്കാൻ മാക്സിമം ആക്കാൻ പാടില്ല. കലാക്കാൽ കുറ്റം കിട്ടോ. മോനൂസിന് നോമ്പിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാ. ഇത് ഈ പോലീസുകാരായിരിക്കും അജും കെട്ടിക്കണേ. എത്ര കജ്ജു കെട്ടിക്ക. നല്ല വെയിലാണ്. വെയിലായതുകൊണ്ട് ചൂടാണ്. നല്ല വെള്ളം കുടിച്ചാൽ ഇവ ചട്ടി നോമ്പ് നോക്കണ മനസ്സിലായില്ലേ? ഉച്ചക്ക് വെള്ളം കുടിച്ചാ വെള്ളം കുടിച്ചാന്ന് പറഞ്ഞ് ലൈൻ കട്ട് ഞങ്ങളൊക്കെ അറിയാതെ പറഞ്ഞാണ് പെൽച്ചക്കാട് വെള്ളം കുടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നൈസായിട്ട് വിട്ടു നോക്കിയാലോ. എന്റെ വക മെയിൻ തരില്ലേ? എല്ലാം വക നിങ്ങളൊക്കെ മെയിൻ തരണോ? വാങ്ങി തരാം. ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വക ചായത്തിന് ഇന്ന് ചെലവ്. ലാസ്റ്റ് പൈസ കൊടുക്കണം ഞങ്ങള് കൊടുക്കും. എവിടെ പോവാ? നമുക്ക് മറ്റേ സ്മാർട്ട് സിറ്റിന്റെ അവിടെ ഒരു കട. പുത്തൂര് വേണോ ബൈപ്പാസ് പോണോ? സ്മാർട്ട് സിറ്റി ഉണ്ടോ അവിടെ? സ്മാർട്ട് സിറ്റി അടിപൊളിയാ. ഇന്ന് വരി പോയോക്കാം. അങ്ങനെ പോയോക്കാലോ. കമോൺ ലെറ്റ്സ് ഗോ. ഇന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെ എങ്ങട്ടെങ്കിലും പോവാ. പൊന്നു അതിസാസ്യമായി ഇതൊക്കെ ഉണ്ട് സെക്കൻഡ് ഒരു ഇത് ഇങ്ങനെ ഇനി എന്താ ഉണ്ടല്ലോ. ഈ ലെവൽ ഉണ്ടല്ലോ പൊന്നോ, ഇവിടെ ലെവലില്ല. ഇത് ഒരട്ടം നിൽക്കുക. അപ്പൊ ഒരട്ടല്ലേ പച്ച മിന്നിട്ട് ഇപ്പൊ ലെവല് 1. എന്നാലും നമ്മള് പറഞ്ഞ എല്ലാവരും കേൾക്കുള്ളൂ. അങ്ങനെ സ്ഥലത്തിനനുസരിച്ച് ഓരോട്ടം നിക്കി കൊടുത്താൽ മതി. അടുപ്പിച്ച് നിൽക്കരുത് കേട്ടോ. അച്ഛൻ പറഞ്ഞു കൊടുക്കണ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ സ്മാർട്ട് സിറ്റിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അവിടെ നോമ്പിനുള്ള പരിപാടിയില്ലേ? അവിടെ എന്ത് ഉടായ്പ ഉണ്ടാക്കിയല്ലോ പൊന്നോ? അറിയില്ലേ നമ്മൾ എന്തെങ്കിലും ഉടായ്പ ഉണ്ടാക്കൂ? വലിയ കുഴപ്പമില്ല. നോമ്പ് തുറന്നോണ്ട് വലിയ സീനില്ല. നോമ്പ് തുറന്നോണ്ട് വലിയ സീനില്ല അല്ലേ? നോമ്പ് പാത്തിലാക്കണ്ട. നോമ്പ് പാത്തിലാക്കണ്ട. നമ്മൾ പോകാണ്. നമ്മൾ എങ്ങനെ എടുക്കും? നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കാര്യമുണ്ടോ? ഓ കോപ്പിറൈറ്റ് യൂട്യൂബുകളെ ഇപ്പൊ കോപ്പിറൈറ്റ് അടിച്ച് ഇതില് എന്ത് കിട്ടാൻ നിക്കാണ്. ഇവലെ ഒരു മൈക്കാണ്ട് കൊടുത്ത പൊന്നോ. ഇവല് ഇങ്ങൾക്ക് എത്തി രണ്ട് വർത്താനം പറയൂടെ പൊന്നോ. അല്ല ഇവനെ മുത്തുമോനെ ഇവങ്ങള് കാരൻസിന് ഒന്നുമില്ലെങ്കിലും യുവ തലമുറയാണ്. ഇനി കാരൻസിന് ആവശ്യമുള്ള നിങ്ങളാ. നിങ്ങൾ ഇങ്ങനെ ഒത്തുമുണ്ടാ നിക്ക. ഇതൊങ്ങനെ ഉണ്ടാക്ക. പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞ മാരി മുണ്ടരുതേ. ഡ്രൈവിങ്ങിലോട്ട് കിടക്ക. നമ്മള് ഡോക്ടർ ഡ്രൈവ് ആണ്. നമ്മള് ഓട്ടോറിക്ഷന്റെ മുന്നിൽ ചാടി. ഞാൻ അവിടെ വണ്ടി ഉണ്ടോ നോക്ക്. ചാടാൻ പാടില്ല. നോക്കാം. ഓട്ടോറിക്ഷന് അവിടെ വണ്ടി ഉണ്ടോ? ഇവിടെ വണ്ടി കുറവാണ്. നിക്കട്ടാ. പൊന്നു പറയൂ. ഇനി മെല്ലെ അടുപ്പിക്കട്ടെ. 100-110 പെടന്നെ വേടാ. ഓടുന്നതിന് ഭാഗ്യടാ. മൈലേജ് ദിവസം കുറയണല്ലോ. 12.4. അതെന്താ ആള് കൂടിയതുകൊണ്ട് കുറഞ്ഞേക്കാണ്. 12.4 അത് ഓടാത്തോണ്ടാണ്. 12.4 എന്താപ്പത് കഥ. എന്തെങ്കിലും പറയാറപ്പോ ഇവിടെ സംഭവം എന്താ വെച്ചാല് ഞാൻ മാത്രമാണ് ആക്റ്റീവ്. പൊന്നു മാത്രമാണ് ആക്റ്റീവ്. പൊന്നു കിടലം.
പൊന്നു മൈജി ഫ്യൂച്ചർ കോട്ടക്കല് മൈജിയോ? എല്ലാരും കോട്ടക്കലുള്ള മൈജി ഫ്യൂച്ചർ ആണ് നമ്മൾ കാണുന്നത്. അവിടെ പോയിക്കാണ്ട് 10 രൂപേനെ മാങ്ങക്ക് എത്ര ചോദിച്ചാലോ നമ്മള് കടി പോയിക്കാണ്ട് അവിടെ കൊട്ടോ നമുക്ക് അവിടെ നോക്കാം. നമുക്ക് ആരെങ്കിലും ഒന്ന് പോണ ആരെങ്കിലും ഒന്ന് വേണമെങ്കില് മോട്ടർ ആക്കാം. നമ്മളെങ്ങനെ മോട്ടർ എങ്ങനെയല്ലേ മോട്ടർ ഞാൻ പറയാം. അവിടുത്തെ സ്ഥലം ഉണ്ടാവും ചോദിച്ചോക്കാം. ഏത് മറ്റേ കാറ്റക്കാടോ ഒരു ചെങ്ങായി ഇതാക്കൂലേ? ഏത് എന്തിനാ പേരെനിക്ക് മറന്നടാ. എന്തോ ഒരു സ്ഥലല്ലേ കാറ്റങ്ങാട് ഉണ്ടോ? കാക്ക എന്തൊക്കെ പോണ്. അതോ ചേച്ചി, അതോ ചേച്ചി വീഡിയോ എടുക്കും. എയർ ബാഗ് വന്നോളൂ, ഞാൻ ഇങ്ങനെ ഉണ്ടാവും. അത് ഊതുവില്ലാതെ കളിയാക്കണ മാതിരിയാ. ഞാൻ ഊതും പറയാടിയാ, മോശമാണ് കുഞ്ഞു. മരിച്ചു പോണ്ട നമുക്കൊക്കെ. ഒരു പാട്ട് പാടി അതിനാണ് ഞാൻ മറ്റേ സാധനം ഇട്ടത്. പിന്നെ അഭിനന്ദിക്കേ കയ്യടിക്കണോ? നമ്മുടെ മുന്നിലൂടെ ഒരു തമിഴ്നാട് ബലേനോ. ഓ മൈ ഗോഡ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. വയറ് കത്തോ ഊരിട്ടില്ലേ? വയറ് കത്തോ അത് നമ്മള് എപ്പോഴുണ്ടോ വയറ് കത്തും ബോർഡ് എവിടാ കൂരിക്കണ്ടി? സീബ്ര ലൈനിൽ കൂടെ ബൈക്ക് എടുക്കണ്. ഏതാ ടെക്നോളജി വികസിച്ചു. നമ്മളെ വ്ളോഗ്, ഇന്നലത്തെ വ്ളോഗ് എന്താ പാട് ചോദിച്ചോക്ക്. അങ്ങനെ ചോദിച്ചോക്കടി ഇന്നലത്തെ വ്ളോഗ് എന്താ പാടുന്നൊക്കെ. പൊന്നു സീരായിടി. ആളിന്നലെ നേക്കില്ല ചിക്കന്റെ പീസൊക്കെ. അപ്പൊ പൊന്നിങ്ങനെ മിന്നിക്കല്ലേ പാടി ചെക്കൻ. ഇന്നിപ്പോ ആരും മോട്ടറാക്കും നമ്മള്. നിങ്ങൾക്ക് മേങ്ങി തരാന്നൊക്കെ പറഞ്ഞാണ്ടാണ് ഇപ്പൊ നമ്മള് പോണ് കേട്ടോ. ഉറപ്പല്ലേ? നിങ്ങള് വാങ്ങിത്തരും പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടി വന്നിട്ടുണ്ട്. പൊന്നല്ല പൈസ കൂടെ വാങ്ങിത്തരാന്നൊക്കെ. പൈസ വേണ്ടേ? സാധനം തിന്നാ പോവാ, അത്രേ ഉള്ളൂല്ലേ? തിങ്കൾ തെളിയുന്നിലാവേ പണ്ട് മൂത്തുമോന സുമമിൽ മധുവിന്നുറവ് പടച്ച. മദ്രസില് ഒരേ പാട്ട് പൊളിയന്. പൊന്നൊക്കെ സീനിയേ. ആ വീഡിയോ ആണെങ്കിൽ ടേബിൾ ട്രീറ്റ് പോവാ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നമ്മള് വണ്ടി എവിടെ ഇടുമ്പല്ലയ്യ? നേരെ കടിക്കറ്റി എളുപ്പകരങ്ങനെ. അത് വേണ്ട, ഇവിടെ കിട്ടുവോ? ഇതിനുള്ളിൽ ആടിക്ക അവിടെ കഥ ഒയിഞ്ഞ സ്ഥലം കിടക്കണേ. ഒയിഞ്ഞ പറമ്പ് എടുക്കണതാ. പറമ്പോ ഇത് പറമ്പാ? നിങ്ങളെ നാട്ടിലൊക്കെ ഇത് പറമ്പാണ്. ഗ്രൗണ്ടടി ഗ്രൗണ്ടിലെ എല്ലാരും നാളെ പന്തേറ്റ് പോരും. മുത്തുമണി ഈ പൊന്നാണ് ഞാൻ എപ്പോഴും ഇത് ഓഫാക്കി ഇങ്ങനെ പറയല്. പൊന്നൂന്റെ ഒരു ഡ്രൈവിംഗ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഒരു കലയാണ്. ഓക്കെ 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 അതെല്ലാം ഇറങ്ങി നോക്കല്ലേ. പൊന്നുവിന് വേണ്ടി ഞാൻ അസിസ്റ്റ് ചെയ്യുന്നു. വ്ളോഗർ പൊന്നു ആണ് ഇപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് ഇറങ്ങുന്നത്. വാ ബ്യൂട്ടിഫുൾ. നമ്മളും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇറങ്ങട്ടെ. ബ്യൂട്ടിഫുൾ പൊന്നു. പർദ്ദകളൊക്കെ ഇരുട്ടത്ത് ആണ്ടോക്ക്. പർദ്ദകളൊക്കെ ഇരുട്ടത്തിക്കണേ. അല്ലാ
ഇത് പിടിക്കൂ, ഞാൻ ചാവി ഒന്ന് ഊരിച്ചു വരാം. അത് വെറുതെ സോറി എന്തൊരു ഇതാലേ, എന്തൊരിതാണ് എന്തൊരു ഇതാ ഇത്. ഇങ്ങനെയുണ്ടോ ഒരിത്? അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായി. കോട്ടയത്ത് ഗെയിം സെന്റർ. ഇതാണ് ഗെയിം സെന്റർ കോട്ടക്കലുള്ള. അതിനുള്ളിൽ കുറെ ഡമ്മികൾ നിക്കണില്ലേ ഗെയിം സെന്ററിലാ? വരി, ഏതായാലും പോയോക്കാ. നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയാണ് നമ്മള് കോട്ടക്കൽ സ്മാർട്ട് സിറ്റി ഒരുക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റാശി അവിടെ ഉണ്ട്. റാശി ജോയിൻ ചെയ്യുന്നു. റാശി അവറുകൾ ജോയിൻ ചെയ്യുന്നു. വെരി കാക്കാനോട് ചോദിക്കും. ആരില്ലാത്ത പറഞ്ഞേ അത് ബോടാ. നിങ്ങൾ ഇന്നെ പൊന്നു. അപ്പൊ നമ്മള് മോട്ടറാക്കി, റാശി നമ്മള് മോട്ടറാക്കി. ഏതായാലും വരി, നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ടേബിൾ ട്രേ ഒഴിഞ്ഞു കിടക്കുന്നു സുഹൃത്തുക്കളെ. നമ്മൾ വന്നപ്പോ ബഹുമാനം അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. അസ്സലാമു അലൈക്കും. എന്താ പാട്? നിങ്ങൾ എല്ലാരും പോസ്റ്റ് ആണല്ലോ. ഇതാ നമ്മളെ മെയിൻ. എന്താ അവസ്ഥ? ഉഷാറല്ലേ? ഇതാണ് ടേബിൾ ട്രീ. ഞാൻ പറഞ്ഞാലോ പൊന്നൂരെന്ത് ഞാനല്ലേ ഇങ്ങോട്ട് വിളിച്ചോടുന്നേ. പൊന്നു വിളിച്ചോടുന്നു. സംഭവം സെറ്റാ. അതായത് പഠിച്ച ആ സാധനം നോക്കുക, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാവും. നോമ്പായിട്ട് വെറൈറ്റി ഉണ്ട് അല്ലേ? മുന്തിരി കണ്ടാ ഉപ്പിലിട്ട്. മുന്തിരിയാ? മുന്തിരി ഉപ്പിലിട്ട മുന്തിരികൾ. എടാ സോമ, നമുക്ക് സ്പെഷ്യൽ പച്ചമുന്തിരിയും ബ്ലാക്ക് മുന്തിരിയും സ്പെഷ്യല്. മുന്തിരി ഉപ്പിലിട്ടുണ്ടടി ഇവിടെ. പൈനാപ്പിൾ ഉണ്ട്, മാങ്ങ ഉണ്ട്, മെക്സിക്കൻ മാങ്ങ ഉണ്ട്. അതുണ്ടാ? മെക്സിക്കൻ മാങ്ങ ഉണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി ഉണ്ട്. ഗ്രീൻ ചില്ലി ഗാന്ധാരി, സെയിം ഗാന്ധാരി ഫീലിംഗ് കിട്ടും. അതിങ്ങനെ തൊണ്ടയിലോട്ട് ശരിക്കും ഇറങ്ങുമ്പോ ആ ഒരു പവർ കിട്ടും ശരിക്കും. ഇവന്റെ ഫേസിനെ പറ്റി എന്താ ഉള്ളത്? നമുക്ക് സ്പെഷ്യൽ ഓക്കല്ലേ പൊന്നു പറഞ്ഞോണ്ട് നമുക്ക് സ്പെഷ്യൽ ഏതായാലും ഓർഡർ ചെയ്തിട്ട് പറഞ്ഞല്ലേ. ഓർഡർ ചെയ്തിട്ട് നോക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ എടുത്തിട്ട് പോയതേന്. അപ്പൊ ഇവിടെ സാധനമൊക്കെ ഓർഡർ ചെയ്ത് തിന്നല തുടങ്ങിയിട്ട് എന്താപ്പത് കഥ അല്ല? എന്തത് എന്തത്? നിങ്ങൾ മാങ്ങ എന്നാറേട്ടാ എന്നെ കൊടുത്തിട്ടുണ്ട് പൊന്നോ. എന്താ കൊടുക്കൂ? എന്തൊക്കെയുണ്ട് നോക്കട്ടെ. മീൻ വാങ്ങാൻ പൈസ 1000. ഇവിടെ മൈക്കൂടെ നമ്മള് മൈക്കൂടി കണ്ടില്ല. ബൊഹാനായ പൊന്നു മൈക്ക് വെച്ച് സംസാരിച്ചു. പൊന്നു എന്തൊക്കെ അയിലേ? സോറി, മത്തിയും ഇത് മങ്ങ പറഞ്ഞു. എന്താ വേറെന്തൊരു പേരുണ്ട്, വിളിച്ചു ചോദിച്ചോക്കണം. സൂതേ എന്തൊരു സാധനം ഞാൻ മറന്നു. ഞാൻ ഫോൺ വിളിച്ചു ചോദിക്കണം. എടോ ഞങ്ങള് മാങ്ങ എന്നുള്ളിച്ചിട്ടാ കൊടുന്നത്. നിങ്ങൾ ഇത്രയും സാധനമൊക്കെ ഓർഡർ ചെയ്താ? ഞങ്ങൾ എടുത്തോളാം. ഇത് ആരെ ബുദ്ധി ആയിരുന്നു? അല്ല ഞങ്ങള് ഇവിടെ നിന്ന് മാങ്ങ ചടച്ച എന്തുണ്ടായത് ശരിക്ക്? മാങ്ങ ഒന്നും അല്ല എരു. അപ്പൊ ഡിമാൻഡ് കൂടി. അതായത് വെള്ളമുണ്ട്. പിന്നെ നമുക്ക് തോന്നി പൈസ ഉണ്ടല്ലോ, മൊത്തം ഓർഡർ ചെയ്ത് റമദാന്റെ സ്പെഷ്യലായി കണ്ട് ഈ കടയില് മൊത്തം വാങ്ങി. നിഷ്കളങ്കമായ ചെക്കന്മാര്. പക്ഷേ സാധനം ഉണ്ടല്ലോ കാര്യായിട്ട്. നിങ്ങൾ കാടമുട്ട അങ്ങനെ തിന്നോളി. ഞങ്ങൾ കായെടുത്തോ, നിങ്ങൾ പേടിക്കണ്ട. ധൈര്യമായിട്ട് ഇന്നലെ മസ്റ്റ് ട്രൈ. പിന്നെ നോമ്പിന്റെ ടീമല്ല. രാവിൽ മാത്രം കാണും വിളക്ക് അതൊക്കെ തിന്നോളി. ഞങ്ങള് തൊളാ. പൊന്നു മറ്റേ ടീമിന്ന് വിട്ടിട്ടില്ല കേട്ടാ. പൊന്നു നമ്മള് വീഡിയോ എടുക്കുന്ന ടീമിലെ കുടിക്കുന്നു. കാക്കാ തിന്നോളിന്ന്. വ്ളോഗാണ് പൊന്നോ, ഇത് വ്ളോഗാണ് ടീം. ഇവിടെ ഇവിടെ തീർച്ചയായും
ഞാനിത് എന്താ ആ റാശി ഇത് അമ്മക്ക് റാശി കഴിച്ചിട്ടാ എന്നാ ഇതെടുത്തോളി എന്നാ എടുത്തോളി ഇത് നീക്കിക്ക ഈ സാധനം എടാ ഇത് നീക്കടാ ഞങ്ങളല്ലേ കായ് കൊടുക്കണേ ഉമ്മ ഞങ്ങളെ ഒരിക്കലല്ലോ നിങ്ങൾ കോഴിക്കോടുള്ളല്ലേ നിങ്ങൾക്ക് ഒരു സീനുണ്ടാവൂല നിങ്ങൾ കോഴിക്കോടുള്ള നിങ്ങളെങ്ങനെ അറിയാ പൊന്നുവാ ആ നമ്മളിപ്പോ ഏത് വീഡിയോ എടുക്കണേ ഏതെടുത്ത് നമ്മള് യൂട്യൂബത്തെ വീഡിയോ എടുക്കണേ സംഭവം എന്താ വെച്ചാല് ഞങ്ങള് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഇവിടുത്തെ അതില് ഞങ്ങളൊരു തീം ഇട്ടാണ് കാശിയ ഇങ്ങട്ട് അല്ലേ ഈ ഡൗപ്പോഴും ആ വീഡിയോന്റെ ഓർമ്മയിലാണ് ഞങ്ങളോട് സംസാരിച്ചത് പൊന്നോ മാറ്റിപ്പൊടി ഈ കാടമുട്ട കാടമുട്ട ആ കാടമുട്ടയും കാടന്റെ ബ്രോസ്റ്റും അതൊക്കെ തിന്നപ്പോ മൈൻഡ് ആകെ മാറി പിന്നെ ഈ ടേസ്റ്റ് കഴിക്കും പിന്നെ നമ്മള് എന്തോ പറഞ്ഞു രസമുണ്ടായി കാടന്റെ കാണാൻ അടിപൊളിയാണ് ആ ഇതൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യണ്ടി അടിപൊളി കഴിക്ക് ഉഷാറായിക്കോട്ടെ മോശമാവണ്ട അതെന്താ പച്ചമാങ്ങന്റെ എന്താ പച്ചമാങ്ങന്റെ ഇതെന്താ ഇത് ഇതിന്റെ പേരെനിക്കറിയില്ല രസമുണ്ടോ പച്ചമാങ്ങന്റെ നല്ല രസമുണ്ട് അടിപൊളി സാധനം രസമുണ്ട് അല്ലേ പ്രാവശ്യം കുടിച്ച് കണ്ടുപാടെ എടാ ഇതെങ്ങനെ എടുക്കുക അതൊന്നും എടുത്തടി നല്ല ചൂടുണ്ട് രസി കുളിച്ചണോ നല്ല ചൂടുണ്ടായതുകൊണ്ടേ ആ രക്ഷയില്ല ഒരാള് ചിരിച്ചു തിന്നാണ് ചെറിച്ച ആയുസ് കൂടും പറഞ്ഞിട്ടില്ലേ ചിരിച്ചു തിന്നാലോ ചെറിച്ച് എനിക്ക് ആയുസ് കൂടും എന്തൊക്കെയാ ഐഡിയ കൊറേ ആയുസ് ഉണ്ടാക്കുമല്ലോ പൊന്നോ രാവിലെ മാത്രം കാണും എന്താ പറയുക ഇത് തിന്നണീന് ശാസ്ത്രീയ വശണ്ട് ഈ ഇത് പിടിച്ചാ എന്റെ വയറ്റിൽ ഹാൻഡിൽ ബാർ പിടിക്കണം അവിടെ മൈക്കോ യാസിൻ രണ്ടു വാക്ക് സംസാരിക്കത് യാസിനെ ഇത് തിന്നണ ഒരു നാക്ക് ഉണ്ട് മയണീസിലെ കുത്തി പൊന്നെ കാണിച്ചു കൊടുത്താ എനിക്ക് അതിന്റെ ആബിസിഡൊക്കെ അറിയുള്ളൂ അതായത് ആ ഇങ്ങനെ എടുക്കുക ഒരു പീസ് അതായത് ഫസ്റ്റ് തൊട്ട് കാണിച്ചു തരാം ശ്രദ്ധിച്ചോളി ഇങ്ങനെ അതായത് ഇവിടെ ഒരു ഇറച്ചിട്ട് അത് കാര്യമൊക്കെ എന്താ അതായത് ഇങ്ങനെ എടുക്കുക നല്ല ചൂടാട്ടത് മെയിന് ചൂടാണ് ഇങ്ങനെ എടുത്തിട്ട് ലക്ഷണം എടുക്കുക അതൊക്കെ കണ്ടോളേ ഇങ്ങനെ മുക്കുക എന്റെ മോനെ അടിപൊളിയാണ് മയോണീസിൽ മുക്കി കഴിക്കണം ഇതെന്താ സാധനം കാടയാണ് കാട ബ്രോസ്റ്റാണ് പ്രാവണത് മതി അതാണ് പൊട്ടകാരൻ ഒട്ടകാട്ടത് ഈ ഇതൊന്നും ഇങ്ങനെ ഇരിക്കുക കാഴ്ചയോ ഇതെല്ലാം കൂടെ അടിച്ച് കയറ്റിട്ട് ഇവിടെ വെക്കോളൂ ഞാൻ കയറിൽ കൊണ്ടുവരുന്നത് അതെ
നല്ല കൊസി ഉണ്ടാവും. നമ്മളെ ഹെൽത്തിനെ പിടിക്കും. പൊന്നത്തെ കാട്ടണേ ഇതിനൊന്നല്ല തോന്നുന്നു. ഞാൻ ഇപ്പൊ തള്ളി കുറിച്ചില്ലേ നാളെ ബ്ലോഗ് കാണുന്ന ഇതാവട്ടെ അതോണ പൊന്നോ. അതോ മറ്റേ ഒഴിവാക്കാൻ മറന്നടാ. ഏത് ഇങ്ങനെ ചെല്ലുക ഇങ്ങനെ ഒഴിവാക്കണ്ടേ? അല്ലെങ്കിൽ കൊതി കൂടിയിട്ടുണ്ട്. ഒന്നായിട്ട് അലമ്പാക്കി തിന്നാൻ പറ്റില്ല. എല്ലാം ഡബ്ല്യു ആയിക്കണേ. യുദ്ധം നടുക്കെ ചേർന്ന സാധനം പോയി റഷ്യ അതിനെ പൊന്നു കൊറേ നേരം അതിനെ പീഡിപ്പിക്കും. ഇത് നിങ്ങൾ എപ്പോഴാണ് കാണ്ടി വ്ളോഗ്? നോമ്പിന് നട്ടുച്ചക്ക് ആ വെയിലത്ത് ഈ വ്ളോഗ് നമുക്ക് 5:30 അപ്ലോഡ് ചെയ്യാൻ നാടാ. അപ്പൊ കത്തി കാടും കുറച്ച് പച്ചവെള്ളം വേണമല്ലോ. കുറച്ച് വെള്ളം തരും, പച്ചവെള്ളം മതിയെ. സ്പെഷ്യലായിട്ട് വള്ളങ്ങൾ പൊന്നിനെ പാട്സാക്കിയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഈ പണി കഴിഞ്ഞു. നേരത്തെ ഇതിന്റെ പണി മുത്തുമോന് അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയാണ്. ഒരു കൈ ദീപ ഒരു കൈ ദീപ ജേസി പോട്ടില്ലേ രണ്ടാൾക്ക് 2 കീറ്റ് ഒന്ന് മതി. ഞങ്ങളിതൊക്കെ ഒന്നു ഒന്നും മതിയല്ലോ. മധുരല്ലേ? മധുരാണ്. ഷുഗർ കട്ടുള്ളവർക്ക് തിന്നാനില്ല. കുടിച്ചാൻ പറ്റുമോ? കുടിച്ചാനില്ല, തിന്നാനുണ്ട്. ഇതൊരു ഐസാണ്. 20 ഐസ് ഹാപ്പി ബർത്ത്ഡേ ഓട് കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം നാശം പണിയാ. പഠിച്ചുകൊണ്ട് കുറ്റം കിട്ടാ. ഇത് പിന്നെ നാശാക്കിയിട്ടൊന്നുമില്ല. ഇത് ഒരു യുദ്ധം കഴിഞ്ഞ ഞാൻ ഇസ്ത്രോ എടുത്താണ്ട് വരാം. ഈ സിട്രോ ഉണ്ടായതുകൊണ്ട് ബാങ്ക് കുടിച്ചാൻ പറ്റില്ല. നിനക്കൊരു ഇസിട്രോ വേണം. ഇസിട്രോ ഉണ്ടെങ്കിൽ നല്ല കുടിച്ചാ. ഇതൊക്കെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വെള്ളം കുടിച്ചാട്ടെ. കോമഡി സാധനം. അല്ല ഇത് കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചോ? കുടിച്ചില്ല ഒരു ഇസിട്രോ. ഓ മൃഗീയമായി ഇത് ശാരീരിക എടുക്കാനില്ല. അതിന്റെ കോടലൊക്കെ ഉള്ളെന്തോണ്ട് ലൗല് വലാക്കൂത്തില്ല. നാസായിട്ടില്ല. നോക്കേ ഇതൊക്കെ ഒരു നമ്മളുണ്ടാവല്ലോ മേലെ
നമ്മുടെ പരന്റെ മേലുണ്ടല്ലോ ഒരു ഇതെടുക്കണേ, അതായത് മണ്ണ് കോരിയിട്ടുണ്ട്, അതേപോലെ എല്ലാം കോരിട്ട് ഇങ്ങക്കൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. ചെറിയതാണ് ഇനി. ഇതൊക്കെ ഈ സ്പൂണൊക്കെ ഉണ്ട്. ഒന്നിനും മതി. ഇതൊക്കെ ഇത് 2 കാട തിന്നത് എത്ര റുപ്യന്റെ സാധനം. പിന്നെ ഒരു ഫുള്ള് ജ്യൂസും അതിന് കുറച്ച് ഇതും ഇതിന് കുറച്ച് ഇസുട്രോട്ടാണ് വലിച്ച്. ഇനി കാടമുട്ട തിന്നിരട്ടെ. കാടമുട്ട ഞാൻ ഇടക്കിടക്ക് തിന്നിട്ടുണ്ട്, പെരിയിലുണ്ടാവും. ഹെൽത്തി കൊണ്ടാ അങ്ങനെ നോമ്പിന് രാത്രി യുദ്ധം കഴിഞ്ഞ് ബില്ല് ആരും കൊടുക്കും? ഇല്ല, ഞങ്ങൾ കൊടുത്തോളാം. ഞാനിവിടെ എന്താ വരുമ്പോ പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്നല്ലോ പറഞ്ഞ്. ജയിൽ പറ്റി മേടിക്കണ്ട. അല്ലെന്തല്ല അല്ല റാത്താക്കട്ടെ പൊന്നൂലല്ലേ, അത്രേ ഉള്ളൂ. ഇവൽക്കൊക്കെ തിന്നാൻ കൊടുത്തിട്ട് ഇന്നാണ് പറഞ്ഞ മതി. നമ്മള് വഫാത്താ മതി. അല്ല ഇനി നമുക്കേ കൈ ഇന്ന് ജിമ്മിനൊന്നും ഒന്ന് ധരിച്ച നമുക്ക് കയ്യെ കിട്ടി വരാം. അതാ നല്ലത്. ഒന്ന് ധരിച്ച പൊന്നു കയ്യെ കിട്ടി വരാം. സുഹൃത്തുക്കളെ, ക്യാമറമാൻ റാഷിയോടൊപ്പം അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഏകദേശം കഴിഞ്ഞു. എടാ എങ്ങനെ ഉണ്ടായിരുന്നു സാധനങ്ങൾ ഫുഡ് അത് എന്നോടൊക്കെ പറഞ്ഞ് മാങ്ങ തിന്നാമെന്ന് പറഞ്ഞു വന്നാൽ ഇവിടെ നിന്ന് കഴിച്ചതിന് കണക്കില്ല. ഒരാളെ കണക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കഴിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. വയറ് നിറച്ചാണ്ട് കഴിക്കുക. അല്ലെന്തില്ല റാത്തായില്ലേ. പിന്നെന്താ, ഏതായാലും പോയോക്കാം. അപ്പൊ ഇന്നത്തെ അല്ല റാഷിയ നമുക്ക് ജിമ്മിനും ഉണ്ടേ. ഇജങ്ങനെ അല്ല ഇജ് നേരെ ഇവിടുന്ന് കയറിയാണെങ്കിൽ കയറിക്കും. അങ്ങനെ ഞാൻ നേരെ വരാം. സാധനം കൊടുക്കണം. ഞാൻ എന്റെ വീട്ടിൽ വെയിറ്റ് ചെയ്യണോ? 9 ആകുമ്പോത്തിന് വരുമോ? വരാ. എന്നാ വരി അമ്പലം ആക്കി കൊടുക്കും ചെയ്യാം. ഓ സാർ ഉത്തരവ് പോലെ ബാക്കി എന്നാ പൊന്നു വെച്ചെടുത്തോളും ബ്ലോഗ്. ഞാൻ ആ ബെൽറ്റ് ഒന്നും ഇട്ടോ. സുഹൃത്തുക്കളെ ലെവൽ എത്ര നോക്കൂന്നോ? അതെ, എന്നാ നമുക്ക് വിട്ടാലോ? അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മള് തീം എടുത്ത് പറഞ്ഞു കൊടുത്താ നമ്മൾ എന്ത് തീം എടുത്തു എന്ന് ഇവിടുത്തെ പരസ്യം ചെയ്യാൻ പോയതാണ്. പൊന്നു പറഞ്ഞു കൊടുക്ക്. പരസ്യത്തില് മാങ്ങന്റെ ഉരുട്ടോ അടക്കാവയത്തില് ഉരുട്ടോ കഥ അല്ല എന്നത് പറഞ്ഞോ? ഏത് വ്ളോഗോ? മറ്റേത് മറ്റേത് അധികം വൈകാതെ ഇൻസ്റ്റയിൽ ഇറങ്ങും. നിങ്ങൾ കണ്ടോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല. എന്തായാലും വ്ളോഗും അടിപൊളിയായിരിക്കും. സംഭവം നൈസാക്കിട്ടാ. പൊന്നു മീൻ പൊന്നു മാസടാ. ഇത് കിണ്ണ തീമായില്ലേ? തീം എങ്ങനെ വെച്ചാല് ഇവല് 3 കൂടി അവിടെ വർത്താനം പറഞ്ഞിരിക്കണേ. അതില് ഞങ്ങള് മറ്റേ ഇൻസ്റ്റയില് ഉടായ്പ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യണു. അങ്ങനത്തെ ഒരു തീം. അത് നിങ്ങൾക്ക് കണ്ടറിയണോ? കണ്ടറിയൂ രാമൻകുട്ടി, കണ്ടറിയൂ. കൊണ്ടറിഞ്ഞാ മതി. മയതാ മയ ഇതെന്നാ ഇങ്ങോട്ട് കയറിക്കോ. ഓ മൈ ഗോഡ്, നമ്മളെ വൈപ്പർ അവളെ ആദ്യത്തെ ഓടൊക്കെ പോടെ പാപ്പ. ഇക്ക് വൈപ്പർ ഓടൊക്കെ അറിയില്ല പാപ്പ. എനിക്കറിയാം. ഏത് ഇപ്പൊ ആകെ സുനാപ്പിയാവും. വണ്ടി എവിടെ പോയി ഉമ്മക്കൂലേ?
അങ്ങനെ സുഹൃത്തുക്കളെ മഴയാണിപ്പോൾ. മഴയെ കുറിച്ച് പൊന്നൂര് ഓർമ്മകൾ പറയും. നമ്മളെ നോമ്പിന് ആദ്യത്തെ ആ സത്യം നോമ്പിന് ഫസ്റ്റത്തെ മഴ. എന്നാളും അപ്പൊ ഇന്ന് ജിമ്മിന് പോക്ക് നാളെ രാത്രി ഒന്നുണ്ടല്ലോ, പക്ഷെ അന്ന് വ്ലോഗ് ഇല്ലേനല്ലോ. അതന്നെ രാത്രി 2 മണിക്ക് വന്നിട്ട് വ്ലോഗ് എടുക്കുക, ഉറങ്ങണ്ടേ? ഇതൊരു അർത്ഥമയാണ്. അതിന്റെ ചങ്ങയ്യ ഇതെന്തിന്റെ മഴ? ബർക്കത്തും റഹ്മത്താ ആ അത് ലിൽ ആലമീൻ. ഏതായാലും സാധനം കൊള്ളാം കേട്ടാ. അങ്ങനെ ഒരു മഴ കിട്ടി. അല്ലെന്തില്ല റാഹത്ത്. മഴ വണ്ടി മഴ ഉണ്ട്. ഒരു മഴക്കാലാവുമ്പോ എന്താ എനിക്ക് ഓർമ്മകളുള്ളത് പറയും. നമ്മള് നല്ല കൊളുത്തി കൊഞ്ഞു ചട്ടിക്കൊള്ള പാട്ടൊക്കെ നീന്തയില്ലാത്ത മഴ കൊണ്ട് ഈ സാധനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആയി. മധുപോലെ പെയ്ത മഴയെ മധുപോലെ പെയ്ത മഴയെ. എന്താ റാഷിയപ്പ അങ്ങനെ പോരാ കയറ്റാതേനെ ആശയൊക്കെ ഫുൾ ഏതായാലും ജിമ്മിനെ കൊണ്ടല്ല അത് കയറ്റാ പറയുന്ന ആടോ. നമ്മളിപ്പോ എങ്ങനെ ജിമ്മിന് പോവാൻ മഴ ഇട്ടിട്ട് കാറിൽ പോകണം, ഇടിവെട്ടിയാൽ വേണു വരൂടാ. അല്ല ചേച്ചി അങ്ങനല്ല, എങ്ങനെയാണോ ഞാൻ മറന്നു. ഞാൻ നോക്കിട്ട് വ്ലോഗില് പറഞ്ഞേ. മിന്നലടിച്ച ഇത് വരൂ. മിന്നലടിച്ചാൽ എന്തോന്നാവും. പെട്രോൾ മണ്ണെണ്ണ കത്തിച്ചാൽ ആലി കത്തും. മണ്ണെണ്ണ വെച്ചാല് ഇരുന്ന് കത്തും. അതെന്തോന്നാണ്. പെട്രോൾ ഒഴിച്ചാ മണ്ണെണ്ണ ഒഴിച്ചാ മന്ദം കത്തോ, പെട്രോൾ ഒഴിച്ചാ പെട്ടെന്ന് കത്തോ, അങ്ങനെ എന്തോ അല്ല. പെട്ടെന്ന് കത്തും. മറ്റേത് ആളി കത്തും. പക്ഷെ വേണു എന്നാല് വേണു എന്തോ ആണ്. നിങ്ങളെ ആ സിനിമയുടെ പേര് അറിയില്ലല്ലോ. അതിന്റെ പേര് ഇതല്ലേ? എന്തായാലും ഫിലിമാണ് നമ്മളോട് സംഭവം എന്തായാലും പറ്റിച്ചോരാളാ. ഇന്ന് ആര് പറ്റിച്ച ടീം എടുത്ത് നമ്മളിന്ന് എന്ത് ചെയ്യാ? പറ്റിച്ച് നമ്മളെന്നെ പറ്റിയും. നമ്മളെന്ത് ചെയ്യും? അല്ലയാ കാര്യങ്ങള് മോട്ടറാക്കിയാലോ? ആരപ്പോ മോട്ടറാക്കാൻ നമ്മള് പൊന്നോ? ഈ നല്ലൊരു റമദാൻ മാസം ആരെയാണ് നമ്മൾ മോട്ടറാക്കുക? മരിച്ചു പോണ്ട മക്കളെ. അശ്ഹറു റമദാൻ. ഞാൻ പണ്ട് മദർസിൽ മറ്റേ പ്രസംഗൊക്കെ പറഞ്ഞ് കൊറേ ഇത് വാങ്ങി. ഞങ്ങൾക്കറിയണ അത് ഓർമ്മ ഉണ്ടടി. ഞാൻ ഓട്ട മത്സരത്തിന് അത് തള്ളല്ല കാര്യം പറഞ്ഞാണ്. വെടിയുണ്ടകൾ അതാ ചെങ്ങായിക്ക മണ്ടില്. ഞാൻ എന്റെ ഷോക്കേസിൽ നോക്കിയത് കാണാം. वाइपर दिखाते मुसारे लुटिए ऊपर से खुद के आज जुटिए വൈപ്പർ ദിക്കാത്തെ മുസാരെ ലുട്ടിയെ. ചായനേരെ തുറന്നോ? തുറന്നങ്ങണ് തുറന്നേ. ആ തുറന്നങ്ങണ്. അപ്പോ സുഹൃത്തുക്കളെ വ്ളോഗ് ഏകദേശം അവസാനിക്കാനായി. എന്തേ പറയാൻ പറയും. കമന്റ് ഇടാൻ പറയും. വ്ളോഗ് കാണുന്നോലെ അന്നെ ഇന്നെ പറ്റിയ അഭിപ്രായം പറയണ, പൊന്നൂനെ പറ്റിയൊരു അഭിപ്രായം പറയണ, മുത്തുമോനെ പറ്റിയ അഭിപ്രായം പറയണം. എന്റെ മോനസിലറ്റ് എന്താ പറഞ്ഞാല് തളർത്താൻ എല്ലാവരും ഉണ്ടാവൂടാ. വേണു വരുന്ന വേണു വരും. വേണു വരാതെ അതെല്ലാം നല്ലത്. ഇന്നപ്പോലൊക്കെ പരിക്ക് നമുക്ക് നേരെ ജിമ്മിന് പോയാലോ? എന്നാലേ ജിമ്മിൽ നിങ്ങൾ പോയിക്കോളൂ. ഞങ്ങളില്ല, ഞങ്ങൾക്ക് താറാവൊക്കെ ഈ പൊന്നിപ്പിള കുറച്ച് ഈമാളെ കൂട്ടത്തിലാട്ടാ. ഉള്ള നമ്മൾ ഉള്ള പോലെ പറയട്ടോ. ഞാനും എത്ര നമ്മളിങ്ങളായിന്നോണ്ട് ഒഴിവാക്കിയത്. എത്ര ഞാൻ പള്ളിക്ക് കയറലുണ്ട്. നാളെ നമ്മൾ കറക്റ്റ് പള്ളി പോണ്ട. പൊന്നുവച്ചിനെ വിളിച്ചോണ്ടാ. അപ്പൊ എന്നാലും ഞാൻ വണ്ടി ഓടിക്കുന്ന ശ്രദ്ധയിലാണ്. നിങ്ങൾ വൈദ്യപ്പേ ബാക്കി കമന്റ് ഇടാനും ലൈക്ക് അടിച്ച് പൊട്ടിക്കാനൊന്നും മറക്കരുത്.